കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകമഴിഞ്ഞ് പിന്തുണച്ചതിന് പിന്നാലെ പാലക്കാട് എംഎൽഎ തള്ളിയും പിന്തുണച്ചും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയാണ്. പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ അത് പുനഃപരിശോധിക്കേണ്ടത് KPCC ആണ്. അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. തെറ്റ് ആര് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ധൈര്യമായിട്ട് എഴുതി കൊടുക്കണം. കാരണം എന്താണെങ്കിലും സമൂഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ, ആരാണെങ്കിലും. അതുകൊണ്ട് അത് പുകമറയിൽ നിർത്തുന്നത് ശരിയല്ല. കെ സുധാകരന്റെ പിന്തുണ സ്വീകരിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാതൃഭൂമി ന്യൂസിനോട് ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. അനുകൂലമായാലും എതിരായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഏത് കാര്യവും താൻ സ്വീകരിക്കും. വിഷയം നിയമപരമായി നേരിടണമെന്ന സുധാകരന്റെ പ്രസ്താവനയിൽ ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യുമെന്നും രാഹുൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ വിഷയം നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ടതായി ഉയർത്തുന്ന പോയിന്റ് ഇതാണ്. അതായത് ഈ രാഹുലിന്റെ കോൺഗ്രസിലെ ഭാവി എന്താണ്, രാഹുൽ കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കോൺഗ്രസിന്റെ ഭാവി എന്താണ്, ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്നോടൊപ്പം D പ്രമേഷ് കുമാറും ആര്യപ്പയും ചേരുന്നുണ്ട്. പ്രമേഷ് ഡയറക്റ്റ് ചോദിച്ചു തന്നെ ചോദിക്കുക. അതായത് രാഹുൽ പാലക്കാട്ടെ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസിന്റെ ഒരു ബാധ്യതയായി മാറുകയാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം. ശരിക്കും കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ പടിവാതിലിൽ നിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബാധ്യതയാണ് എന്ന് പറയാം. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായും CPM-നെതിരായും ദേവസ്വം ബോർഡിനെതിരായും ഒക്കെ സ്വർണ്ണപ്പാളി വിഷയത്തിലൊക്കെ ധാരാളം കേസിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ വിവരങ്ങളും പുറത്തു വരുന്ന സമയത്ത് കൂടുതലായി ഭരണപക്ഷം അല്ലെങ്കിൽ LDF പ്രതിരോധത്തിലാവുന്ന പല രാഷ്ട്രീയ നീക്കങ്ങളും സജീവമായ ഒരു സമയമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഈ സമയം. അപ്പോൾ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നേരത്തെ തന്നെ അത്തരം വിഷയങ്ങൾ വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി പാർട്ടി സ്വീകരിച്ചു. ഔദ്യോഗികമായ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വേദികളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കുന്നില്ല. സ്വയം പങ്കെടുക്കുന്ന വേദിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ പോലുള്ള നേതാക്കൾ മാറി നിൽക്കുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും ശക്തമായൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു, പരസ്യമായിട്ടും രഹസ്യമായിട്ടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ പങ്കെടുക്കുന്നതായി ദൃശ്യങ്ങളെല്ലാം കണ്ടു. ഈ രണ്ടാമത്തെ ഇപ്പോൾ ഏറ്റവും പുതിയ ചില ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ശബ്ദം അത്തരം ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് എന്നുള്ളത് ഓരോ പുതിയ വിവരങ്ങളും വരുമ്പോഴും നമുക്കത് രൂക്ഷമായി മനസ്സിലാവുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ അത്തരം പ്രവണതകൾക്കെതിരെ അത്തരം നേതാക്കൾക്കെതിരെയുള്ള ശക്തമായ വികാരം വരുന്ന സമയത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ് ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സജീവമാവുന്ന കാഴ്ച. എന്ന് മാത്രമല്ല, എന്നെ അതിശയിപ്പിക്കുന്നത് മുൻ KPCC പ്രസിഡന്റും നിലവിൽ പാർലമെന്റ് അംഗവുമായ ശ്രീ K സുധാകരൻ ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇത് വ്യാജമായ ആരോപണങ്ങളാണ്, കോൺഗ്രസിൻ്റെ പ്രോഗ്രാമുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പരസ്യ നിലപാട് സ്വീകരിക്കുന്നത് ശരിക്കും അതൊരു മുൻ KPCC പ്രസിഡന്റാണെന്ന് ഓർക്കണം. അത് കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ പ്രമേശേട്ടൻ പറഞ്ഞ നിർത്തി പറയായിരുന്നു. കാരണം ഈ സുധാകരന്റെ ക്ലീൻ ചിറ്റ് ഒരുപക്ഷെ സതീഷിനൊരു പണിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ചുറ്റിപ്പറ്റി കോൺഗ്രസ് ഒരു രണ്ട് ദിശയിൽ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? പാലക്കാടും പിന്നെ സംസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ, നിലപാടുകളൊക്കെ നോക്കുമ്പോൾ രാഹുലിന്റെ പ്രതികരണം കൂടി നോക്കുമ്പോൾ ഞാൻ മാതൃഭൂമിയിൽ ജോലി തുടങ്ങുന്നത് 2018-ലാണ്. അതിനുശേഷമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരുമിച്ച് അപ്പം കോൺഗ്രസ് നേതാവായി അല്ലെങ്കിൽ ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ വന്നു തുടങ്ങിയത് 2018-19 കാലയളവിൽ മുതലാണ്. അതായത് ഒരു പൊതുമണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ട് 10 വർഷത്തിൽ താഴെയായിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പ്രജീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വ്യാജ വോട്ടർ ID തട്ടിപ്പ് 1. 2 വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന് പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീട് എവിടെ, ആ പണം എവിടെ, അതിനെക്കുറിച്ച് കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല, പുതിയ അധ്യക്ഷനോട് ചോദിക്കുന്നു. അപ്പോൾ സാമ്പത്തിക തിരിമറി. 3ാമതാണ് ഈ ലൈംഗിക ആരോപണം. അപ്പോൾ ഈ 10 വർഷത്തിൽ താഴെ പൊതുമണ്ഡലത്തിലുള്ള ഒരു 36-37 വയസ്സുള്ള ഒരു നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ തീവ്രത ഒന്ന് ആലോചിച്ചു നോക്കും. ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. രണ്ട് തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫിനാലെ തന്നെയായാണ് കേരളം ഇതിനെ കാണുന്നത്. ആ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ എല്ലാവരും, കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാഹുൽ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനൊക്കെ കിട്ടേണ്ട ലൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർസ് ഒക്കെ നോക്കുമ്പോൾ അത് 1 മിനിറ്റ് കൊണ്ടൊക്കെയാണ്. കാരണം 25K 30K ഒരു മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ, രാഹുലിന്റെ പിന്തുണ കൂടുകയാണ്. പിന്നെ ഏതെങ്കിലും ഒരു യുവതി ഏതെങ്കിലും ഒരു ഷീറ്റ് കടലാസിൽ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും സംവിധാനത്തിന് നൽകിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണ ഏജൻസി വെച്ചല്ലോ, അതെന്തായി? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരം ഇത് നൽകാവുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് കോൺഗ്രസിന് മുന്നിൽ? കാരണം അതുകൊണ്ട് ബാക്കിയെല്ലാം ഓക്കെ എന്ന് പറയാൻ ഈ ഒരു 2025 ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മാതൃഭൂമിയിൽ കണ്ട ഒരു വാർത്ത ഗോവിന്ദസ്വാമി ആയിരിക്കും. ഗോവിന്ദസ്വാമി നല്ല വാർത്തയാണോ? അല്ലല്ലോ. അപ്പൊ ലൈക്കും ഷെയറും വെച്ചിട്ടല്ല നമ്മളൊരു നല്ല കാര്യവും ചീത്ത കാര്യവും തീരുമാനിക്കുക. അത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്സിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേജിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ കോൺഗ്രസിന് അടിമുടി പ്രതിരോധത്തിലാകും. ഇപ്പോൾ നേരത്തെ പ്രമേശേട്ടൻ പറഞ്ഞ പോലെ കെ സുധാകരൻ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് നൽകിയത്? ആ ശബ്ദ സന്ദേശങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുണ്ട്. ആ പെൺകുട്ടിയെ കെ സുധാകരൻ വിളിച്ചോ? എന്നിട്ട് ആ മൊഴി അല്ലെങ്കിൽ ആ ശബ്ദം തൻ്റേതല്ല എന്ന പെൺകുട്ടി കെ സുധാകരനോട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് നൽകിയത്? അതിന്റെ ഏത് രീതിയിലാണ് ആ ക്ലീൻ ചിറ്റ്? ഇത് തെറ്റാണ്, രാഹുലിനെതിരായ ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് എങ്ങനെയാണ് കെ സുധാകരൻ വിധിച്ചത്? രാഹുലിനെ അംഗീകരിക്കുകയാണ്. അതാ അവിടുത്തെ സ്ഥാനാർത്ഥികൾ പറയാണ് ഞങ്ങൾക്കൊപ്പം വന്നോട്ടെ, സ്ഥാനാർത്ഥിക്ക് പ്രശ്നമല്ല. പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ്, അതവർ മറന്നു പോവുകയാണ്. പാർട്ടി സസ്പെൻഷനിൽ നിർത്തിയിരിക്കുകയാണ് നേതാവിനെ. പിന്നെ എന്തിനാണ്? അല്ല, ഞാൻ ചോദിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബോധവുമില്ലാത്ത ആളാണ് ഈ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി. അവിടുത്തെ ഒരു DCC പ്രസിഡന്റ് ഉണ്ടല്ലോ അവിടെ, തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇവർക്കൊക്കെ ഒന്നും ഈ പാർട്ടിയുടെ നടപടിയെ പാർട്ടിയോട് ഇവർക്ക് കൂറില്ലേ? രാഹുലാണ് അവരുടെ മുന്നിലെ ഏകബിംബം. അല്ല, അതാണ് പറയുന്നത്. പാർട്ടി ശരിക്കും സസ്പെൻഷൻ നടപടി ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. സ്വാഭാവികമായിട്ടും അച്ചടക്ക നടപടിയിലുള്ള നേതാവ് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലോ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ DCC പ്രസിഡന്റ് തന്നെ ആനയിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പാർട്ടി എടുക്കുന്ന അച്ചടക്ക നടപടി എത്രമാത്രം വില അവർ നൽകുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. കോൺഗ്രസിനകത്ത് വളരെ ഐക്യത്തോടു കൂടി ഇതിനകത്തൊരു നിലപാടില്ല. അതാണ് ഇതിന്റെ യഥാർത്ഥ നിലപാടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും ഒരു പരിധി വരെ ഇന്നലെ KC വേണുഗോപാലും തള്ളി പറഞ്ഞു. പക്ഷെ ഇവർ പറയുന്നുണ്ട്, ഹൈക്കമാൻഡായി നിൽക്കുന്ന KC വേണുഗോപാൽ, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തിനു പറയാണ്? പാലക്കാട് ജില്ലാ നേതൃത്വത്തിനോട് ചോദിക്കണം. കേരളത്തിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ജില്ലയിലും അതത് നേതാക്കളാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ രാഹുലിന്റെ കാര്യം നിലപാട് സ്വീകരിക്കുന്നവർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വീട്ടിലേക്ക് ഇപ്പോൾ പോവാണ്, രാഹുലുമായിട്ടാണ് പോകുന്നത്. തലയുയർത്തി പോകാൻ കഴിയുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ കേസെടുക്കുകയോ കേസെടുക്കാതിരിക്കുക ഇതിന്റെ സാങ്കേതികത്വമാണ്. അതിനപ്പുറത്തെ ഈ പബ്ലിക് ഡൊമൈനിലാണ് ഇത്തരം കാര്യങ്ങൾ കിടക്കുന്നത്. രണ്ടാമത് വന്ന വെളിപ്പെടുത്തൽ ഒരു ഒഫൻസീവ് സ്വഭാവമുള്ള ഒരു കണ്ടന്റാണ് മുഴുവനുള്ളത്. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അങ്ങേറ്റ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് ആ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. അവിടെ വെച്ച് നൽകുന്ന സമ്മർദ്ദങ്ങൾ അതൊക്കെ എങ്ങനെ നീതീകരിക്കാൻ കഴിയും? ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, കയറി ചെല്ലുമ്പോൾ അവിടെ തലയുയർത്തി പോകുന്ന നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മാനമില്ലെങ്കിലും പോകുന്ന നേതാക്കന്മാർക്ക് ഒരു നാണക്കേട് വേണ്ടേ? പ്രമേശ്, അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഇതിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ള ഈ ശബ്ദ സന്ദേശം തന്നെ വളരെ ഗുരുതരമായ വിഷയമാണ്. അദ്ദേഹം ഒരു പെൺകുട്ടിയെ അശാസ്ത്രീയമായിട്ട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നു. പിന്നെ ആ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുന്നു. അദ്ദേഹം തള്ളിപ്പറയുന്നു. ആ കുട്ടിയെ അസഭ്യം അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം പുറത്തു വന്നിട്ട് തന്റെ ശബ്ദമല്ല എന്നൊരു വാക്ക് അദ്ദേഹം മാത്രമല്ല, ഈ ഗർഭചിത്രത്തിന് ഉത്തരവാദി താങ്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പ് കൊടുക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾ ഒരു ഷീറ്റുമായിട്ട് കോടതിയിലേക്ക് പോയി. സംവിധാനം അതിനെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കൂട്ടാളികൾക്ക് മുട്ടിടിക്കുന്നത്? നിഷേധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആരോപണത്തെക്കുറിച്ച് തന്നെ ഒന്നും പറയുന്നില്ല, നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. അതെന്തോ ആവട്ടെ, അത് അങ്ങനെ വളരെ ഗുരുതരമായ ഒരു വിഷയം. പിന്നെ സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ വിഷയം. ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ അദ്ദേഹത്തിനെ അടുത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന് വലിയ തലവേദനയാകുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നടപടി എടുത്തു എന്നുള്ളത് എന്തായാലും നല്ല കാര്യമാണ്. പാർട്ടി ഒരു നടപടി സ്വീകരിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ MLA ഷിപ്പ് അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനും പാർട്ടിയിലെ ചില നേതാക്കൾക്കും ചില വിഭാഗങ്ങൾക്കും കഴിയുന്നില്ല. അണികൾക്കും ചിലർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത തവണ രാഹുൽ ഈ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുമെന്ന് അറിയില്ല. എന്തായാലും മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സ്വതന്ത്രനായിട്ടെങ്കിലും അത് കോൺഗ്രസിനടക്കം പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അകമഴിഞ്ഞ പിന്തുണയായിരിക്കും ഈ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നത്.
ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ചേക്കും. നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എത്ര കാലത്തേക്കാണ് സസ്പെൻഷന്റെ കാലയളവ് പറഞ്ഞിരുന്നില്ല സസ്പെൻഡ് ചെയ്ത സമയത്ത്. സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ലെന്നില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നേതൃത്വമൊക്കെ ഇക്കാര്യത്തിൽ അല്ല, പിന്നെ എന്തിനാണ് ഈ ജനപിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിൽ? കാരണം അല്ല, ജനപിന്തുണയുടെ കാര്യം ഇപ്പം പലരും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ വാർത്ത കൊടുക്കുമ്പോഴും താഴെ വരുന്ന കമന്റ്സ് മുഴുവൻ ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ഈ ഓഡിയോ സന്ദേശവും മെസ്സേജും പുറത്തു വിടുന്നതിന് പകരം കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പിന്തുണ ഇപ്പം സെലിബ്രിറ്റീസ്, സീരിയൽ താരങ്ങളും അല്ലാത്തവരും ഒക്കെ രാഹുലിനെ പിന്തുണച്ച് വരുന്നുണ്ട്. ഇപ്പം ഈ മെസ്സേജ് മാത്രം പുറത്തു വന്നിട്ടുണ്ട്, ആരാണെന്നറിയില്ല. എന്നിട്ട് പോലും സൈബർ ഇടങ്ങളിൽ എത്രത്തോളം വലിയ അധിക്ഷേപം ആ പെൺകുട്ടി നേരിടുന്നുണ്ട്. അതിലൊരു മാധ്യമ പ്രവർത്തക ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ മാധ്യമ പ്രവർത്തകർ സാധാരണക്കാളേക്കാൾ കൂടുതൽ ഈ നിയമസഹായം ലഭിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്സസ് ഉള്ള ആളുകളാണ്. അവർക്ക് പോലും ഭയമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബാക്കിയുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം മുഖം വരാതെ, പേര് വരാതെ അവർ നേരിടുന്ന ട്രോമ എത്രയാണ്? അപ്പോൾ മുഖവും പേരും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം വേട്ടയാടപ്പെടുമെന്നൊരു ഭയം അവരുടെ മനസ്സിലുണ്ടാകില്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് കേസ് കൊടുക്കുക? അതൊരു ചോദ്യമുണ്ട്. അതായത് പ്രവേശന ആകത്തുകയായി പറഞ്ഞ ഒരു ബാധ്യത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ഒരു ബാധ്യത തന്നെയാണ്. ആ ഒരു സംശയമില്ല. ഈ ഘട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഒരു ബാധ്യതയാണ്. ഇപ്പോൾ ഈ കേസിന്റെ ഒരു മെറിറ്റിനെ കുറിച്ചാണ് ആര്യ പറഞ്ഞത്. ഈ കേസ് വളരെ ഗുരുതരമായ ഒരു കേസുമാണ്. ശരിക്കും സ്വാഭാവികമായിട്ട് നീതി കിട്ടേണ്ട ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കേണ്ട ബാധ്യതയുണ്ട്. അത് സംസ്ഥാന ഭരണകൂടത്തിനും പോലീസിനൊക്കെ ആ ബാധ്യതയുണ്ട്. ഈ കേസിന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും നോക്കിക്കാണുക. ശരിക്കും എന്തായാലും കോൺഗ്രസിനെ അങ്ങനെ അടിമുടി വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങുമ്പോൾ അതിൽ ന്യായീകരിക്കാനും തള്ളിപ്പറയാനും ഒക്കെ പെടാപ്പാട് പെടുകയാണോ കോൺഗ്രസ് നേതൃത്വം എന്ന് തോന്നിപ്പോകും ഇന്ന് അടക്കം വരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ.